പ്രചരണ തിരക്കിനിടയിലും കോങ്ങാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പാലക്കാട്ട് MP-യും നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. ഇവര് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയാലോ. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് വീട്ടില് ഇപ്പൊ സമയം കിട്ടണ്ടോ? ഫുൾ ടൈം പുറത്താണോ? പ്രചരണ തിരക്കിലാണോ? ഫുൾ ടൈം പുറത്താണ്. എങ്ങനെയാണ് പ്രചരണം? എങ്ങനെ പോകുന്നു? എങ്ങനെയാണ് പ്രചരണം? സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന അന്ന് തന്നെ വൈകുന്നേരം പറളിയിൽ 5-ാം മൈൽ, അതുപോലെ തന്നെ എടത്തറ, പറളി സെന്റർ എല്ലായിടത്തും പോയി കടകൾ കയറിയുള്ള പ്രചാരണത്തിന് തുടക്കം കുറിക്കാനായിട്ട് സാധിച്ചു. പിന്നെ പിറ്റേ ദിവസം കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ നിന്ന് പറളി വരെ റോഡ് ഷോ നടത്തി. അപ്പോ വളരെ കഠിനമായിട്ടുള്ള വെയിലായിരുന്നു. എന്നാലും മുഴുവൻ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ വളരെ ആവേശത്തോടു കൂടി അണിനിരന്ന ഒരു റോഡ് ഷോ ആയിരുന്നു. MP-യുടെ സപ്പോർട്ട് എങ്ങനെയാണ്? MP എന്നുള്ള സപ്പോർട്ടിനപ്പുറത്തേക്ക് ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ കൂടുതൽ സ്ട്രാറ്റജി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് മണ്ഡലത്തിനകത്തെ എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടല്ലോ. അപ്പോ ബാക്കി മറ്റു മണ്ഡലങ്ങളിലെ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് പോലുള്ള പരിഗണന എനിക്കും കിട്ടുന്നുണ്ട്. പരിഗണന സ്വന്തം ഭാര്യ കുറച്ചും കൂടി ഇത് കൊടുക്കണ്ടേ? പിന്നെ കുറച്ചുകൂടി കൊടുക്കണം, അല്ലെ കുടുംബകാലം ഉണ്ടാവില്ല. അതായത് എന്റെ പാർലമെന്റ് മണ്ഡലത്തില് മികച്ച വിജയം ഇത്തവണ UDF-ന് ഉണ്ടാകുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിൽ കോങ്ങാട് ഉൾപ്പെടുന്നു. സ്വാഭാവികമായിട്ടും എനിക്ക് എല്ലാ സ്ഥലത്തും ഉത്തരവാദിത്തമുണ്ട്. അവിടെ എല്ലാം നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. നല്ല റിസൾട്ട് പാലക്കാട് ജില്ലയിൽ UDF-നുണ്ടാവും. ഇപ്പൊ കോങ്ങാട് എന്ന് പറയുന്നത് ഇപ്പോൾ സിറ്റിംഗ് സീറ്റ് അല്ല, ഇപ്പൊ ഇടതുപക്ഷമാണല്ലോ അവിടെ MLA ഉള്ളത്. അപ്പോൾ അതൊരു തിരിച്ചു പിടിക്കുക എന്നുള്ളതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇത്തവണ നമുക്ക് തിരിച്ചു പിടിക്കണം? അല്ല, പൊതുവെ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 2 സീറ്റാണ് UDF ജയിച്ചത്. ആ രണ്ടും പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലാണ്. ഇവിടെ ആ 2 എന്നുള്ള സംഖ്യ 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാനുള്ള അജണ്ടകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് കൂടിയാൽ അതിശയിക്കേണ്ട. CPM-ലുള്ള ആഭ്യന്തര കലാപം പരസ്യമായിട്ട് മറനീക്കി പുറത്തു വന്നൊരു ജില്ലയാണ് പാലക്കാട് ജില്ല. അപ്പൊ ആ പഴയ കോട്ടകളൊക്കെ പൊളിഞ്ഞു പോയി. അതുകൊണ്ട് UDF-ന് ഇപ്പോൾ ഒരു മേൽക്കൈയുണ്ട്. ആ മേൽക്കൈ കഴിഞ്ഞ വർഷത്തെ 10 വർഷത്തെ ഭരണത്തിന്റെ വിരുദ്ധ വികാരം കൂടെ ചേർന്നതാണ്. അപ്പൊ സംഘടന ഒറ്റക്കെട്ടായിട്ട് UDF ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നു. അപ്പോൾ പല ഘടകങ്ങളും UDF-ന് അനുകൂലമാണ്. അതുകൊണ്ട് വലിയൊരു മുന്നേറ്റം പാലക്കാട് ജില്ലയിൽ UDF-നുണ്ടാവും. ശരി, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആരാണ് സീനിയർ? ടീച്ചറാണ് സീനിയർ എന്നാണ് ഞാൻ തോന്നുന്നത്, അല്ലേ? എന്നേക്കാളും മുമ്പ് പാർലമെന്റില് അസംബ്ലിയില് മത്സരിച്ച ആളാണ് തുളസി. അന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ വിവാഹത്തിന് മുമ്പ് തന്നെ പാർലമെന്റിലും അസംബ്ലിയിലും UDF-ന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സീനിയോറിറ്റി തുളസിക്കാണ്. അതായത് ഞാൻ ഒരു 1994 കാലഘട്ടത്തിലാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ചു തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള കൊണ്ടാഴി മണ്ഡലത്തിലെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ്, ഞങ്ങളെല്ലാം സ്നേഹത്തോടുകൂടി കുട്ടമ്മാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം അദ്ദേഹമാണ് ആദ്യമായിട്ട് പറഞ്ഞ ഈ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരണം. ഇപ്പം നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവാണ്. ഇപ്പം എല്ലാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടും പ്രസംഗിക്കാനായിട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് എന്നെ ക്ഷണിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഒക്കെ വീട് കയറാനും അവർക്ക് വോട്ട് അഭ്യർത്ഥിക്ക് പ്രസംഗിക്കാനും എല്ലാ പോയിന്റിലേക്കും പോകാനൊക്കെ അന്ന് കുട്ടമ്മാനാണ് അതിൽ ഏറ്റവും എന്നെ ക്ഷണിച്ചത്. പിന്നീട് 2000-ൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് ചേലക്കര ഡിവിഷനിൽ നിന്ന് മത്സരിക്കാൻ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ മത്സരിച്ചു ജില്ലാ പഞ്ചായത്തിലേക്ക്. ആ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി എനിക്ക് അവിടെ നിന്ന് മെമ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ സാധിച്ചു. ഈ പ്രവർത്തനത്തിനിടയിൽ എപ്പോഴാണ് ശ്രീകണ്ഠേട്ടനെ കണ്ടുമുട്ടുന്നതും ആദ്യത്തെ കാഴ്ചയും ആദ്യം ആരാണ് പ്രപ്പോസ് ചെയ്തത്? 2001 അസംബ്ലിയിൽ, അത് കഴിഞ്ഞ് 2001 അസംബ്ലി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി, 2004 പഴയ ഒറ്റപ്പാലം പാർലമെന്റിലെ UDF സ്ഥാനാർത്ഥിയാണ്. ആ സമയത്താണ് ഞങ്ങൾ തമ്മിൽ നേരിട്ട് കാണുന്നത്. ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ വിവാഹം നടക്കുന്നത്. ആരാണ് ആദ്യം പ്രണയം തുറന്നു പറഞ്ഞ ആരാണ്? ഇത് സ്വാഭാവികമായിട്ടും ആണായിരിക്കുമല്ലോ സാധാരണ. പുരുഷന്മാരാണ്. എന്റെ സംശയമുള്ളൂ, പുരുഷന്മാരാണല്ലോ അങ്ങോട്ട് പഴയ കാലത്ത്. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ ആയിരിക്കുന്നില്ല. രണ്ടുപേരും തുല്യരാണ്. ഇപ്പൊ തുല്യതയാണ് ഏറ്റവും പ്രധാനം. അന്ന് ഞാൻ തന്നെയാണ് ഞാൻ വീട്ടിലാലോചിച്ചു, തുളസിയുടെ വീട്ടിലാലോചിച്ചു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ 2019 ഞാനൊരു ഇലക്ഷന് കാൻഡിഡേറ്റ് ആണ് പാർലമെന്റിൽ. 2011 ഞാൻ അസംബ്ലിയിൽ നിന്നിട്ടുണ്ട്. എന്തായാലും എന്നെക്കാളും ഇലക്ഷന് നിന്ന പാരമ്പര്യം ഉള്ളത്, സീറ്റ് കിട്ടിയ പാരമ്പര്യം ഉള്ളത് തുളസിക്ക. ഭാര്യ എന്നുള്ള അർത്ഥത്തിലല്ല, ഭാര്യ ആയതിപ്പോ അതിനുശേഷം. അതിന് മുമ്പ് തന്നെ പലരും ആ രീതിയിലൊക്കെയുള്ള നെഗറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. പുതിയ ആളുകൾക്കൊന്നും അത്ര അറിയില്ല. 10, 25, 30 വർഷം മുമ്പത്തെ ചരിത്രം ഉണ്ടല്ലോ, അത് പരിശോധിച്ചാൽ അറിയാലോ.
ടീച്ചർക്ക് അതിലൊക്കെ എന്തെങ്കിലും വിഷമം തോന്നിയിരുന്നു അങ്ങനെ അല്ല, അങ്ങനെയില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞ 2001 അന്നത്തെ LDF മന്ത്രിസഭ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ആ മന്ത്രിസഭയിലെ 19 മന്ത്രിമാരിൽ ഒരേ ഒരു മന്ത്രിയാണ് അന്നത്തെ അസംബ്ലി ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നുള്ളൂ. ആ മന്ത്രിയോടാണ് ഞാൻ ചേലക്കര നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഗവൺമെന്റിന്റെ തന്നെ ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. എന്നിട്ട് പോലും 1340 വോട്ട്, വളരെ തുച്ഛമായിട്ടുള്ള വോട്ടുകൾക്കാണ് ഞാനവിടെ പരാജയപ്പെട്ടത്. പിന്നീട് 2004 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി നിശ്ചയിച്ചു. അപ്പൊ അതിൽ 20ൽ 19 പാർലമെന്റ് സീറ്റുകളും UDF പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒരു മണ്ഡലത്തിൽ മാത്രം എന്റെ ഓർമ്മയിൽ അഹമ്മദ് സാഹിബാണ്, അദ്ദേഹമാണ് രക്ഷപ്പെട്ടത്. രാഷ്ട്രീയ സാഹചര്യം UDFന് പ്രതികൂലമായിരുന്നു. അപ്പോ പക്ഷേ ഈ കാരണങ്ങളൊക്കെ ഞാൻ ഒരുപാട് ഇലക്ഷനിൽ മത്സരിച്ചു, അല്ലെങ്കിൽ ഇത് പരാജയപ്പെട്ടു, വീണ്ടും സീറ്റ്, അല്ലെങ്കിൽ MP ഭാര്യ ആയതുകൊണ്ട് സീറ്റ് എന്നൊക്കെ പറഞ്ഞ് ചില യൂട്യൂബർമാർ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയുള്ള പ്രചരണം അതൊക്കെ വരും. പിന്നെ നമ്മൾ അതിലേക്ക് അധികം ചെവി കൊടുക്കാറില്ല. ഇതൊക്കെ കൂടുതൽ കാണാൻ നിന്നാലല്ലേ നമുക്ക് നമ്മുടെ വ്യക്തിപരമായുള്ള ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊന്നും തന്നെ ബാധിക്കാറില്ല അല്ലെ? ഇല്ലില്ല, അതൊന്നും നമ്മുടെ വ്യക്തിപരമായിട്ട്. കാരണം ഇപ്പൊ ഞാൻ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാമെങ്കിൽ എന്റെ ചുറ്റും ഈ ലോകം തന്നെ എതിരെ എന്റെ മുന്നിൽ വന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും തലകുനിക്കില്ല, തളരുകയുമില്ല. അത് ഞാൻ ചെറുപ്പം മുതൽ എന്റെ അച്ഛൻ എനിക്ക് അതാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അച്ഛനൊരു രാഷ്ട്രീയത്തിലും കൂടി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ആരെതിരെ വന്നാലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം എന്നുള്ളതാണ് എന്റെ ഒരു മനസ്സ്. ഇനി അടുത്ത് മെയ് മാസത്തെ കൗണ്ടിങ് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വന്നാൽ MLA MP കാണാൻ കഴിയും, അങ്ങനെ ഒരു സൗകര്യം ആളുകൾക്ക് കിട്ടുമോ? അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഉണ്ടാവും. പക്ഷെ ഭൂരിപക്ഷ സമയത്ത് ഞാൻ ഡൽഹിയിലും ഭൂരിപക്ഷ സമയത്തും തിരുവനന്തപുരത്ത് ഞങ്ങൾ തമ്മിൽ കാണാനായിരിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടാവുക. ജനങ്ങൾക്ക് കാണാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം മണ്ഡലത്തിൽ പ്രവർത്തിക്കണമല്ലോ. ആ മണ്ഡലത്തിലുടനീളം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യവും പ്രവർത്തനവും. അത് തുളസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും.